ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ പാദയാത്ര പിന്നിട്ട് കഴിഞ്ഞു. കാൽവരി കുരിശിലേക്ക് ഇനി അധിക ദൂരം നമുക്ക് യാത്ര ചെയ്യാനില്ല. അങ്ങനെയെങ്കിൽ എത്രത്തോളം കുരിശിൻ്റെ പാതകൾ നമ്മൾ പിന്നിട്ടുവെന്ന് ചിന്തിക്കണം, ധ്യാനിക്കണം ഈ ദിവസങ്ങളിൽ. ദൈവമേ, നിൻ്റെ 14 സ്ഥലങ്ങൾ യാത്ര ചെയ്യേണ്ടവരാണ് ഞങ്ങളുമെന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അതിനേറ്റവും പ്രധാനപ്പെട്ട ധ്യാനിക്കേണ്ട മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് നൽകുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള തിരുവചനത്തിൽ മനോഹരമായ ഒരു വാചകം ഇങ്ങനെ കിടപ്പുണ്ട്. ഞാൻ എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ എനിക്ക് കൃത്യമായിട്ടറിയാം, എന്നാൽ നിങ്ങൾക്ക് അത് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വലിയ പ്രതിസന്ധി ഇതാണ്. നമ്മൾ ആരാണെന്നുള്ള യഥാർത്ഥ ബോധ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 12 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട്. സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരത്തെ നിങ്ങൾ മറന്നു പോകരുത്. സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരത്തെ നിങ്ങൾ മറന്ന് ജീവിക്കരുത്. അങ്ങനെ മറന്ന് ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യം കെട്ടുപോകുമത്രേ. നിങ്ങളുടെ പുരോഗതി ആരും കാണില്ല, നിങ്ങൾ നശിച്ചു പോകും. അങ്ങനെയെങ്കിൽ നമ്മൾ മറന്നു പോകാതിരിക്കേണ്ട, നീ എവിടെ നിന്ന് വന്നു എന്നതിന് യഥാർത്ഥത്തിൽ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു ഓർമ്മയാണ്, ദൈവമേ, ഈ സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴി കിട്ടിയ വലിയൊരു സാന്നിധ്യത്തിലാണ്, വലിയൊരു അഭിഷേകത്തിലാണ്, അധികാരത്തിലാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുക. വിശുദ്ധ പത്രോസിനോട് ഈശോ പറഞ്ഞില്ലേ, മോനെ, ഇനി നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകില്ല, അതുകൊണ്ട് നിന്നെ ഞാനൊരു അധികാരം ഏൽപ്പിക്കുകയാണ്. നീ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവരോട് ഞാൻ മോചിക്കും. നീ ആരുടെ കെട്ടുകൾ ബന്ധിക്കുന്നുവോ അത് ഞാൻ സ്വർഗത്തിൽ ബന്ധിക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ അത്രമേൽ ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. വിശുദ്ധ മാമോദീസയിലൂടെ കർത്താവ് സ്വന്തമാക്കിയ വിശുദ്ധ പത്രോസിൻ്റെ കൈവെപ്പ് വഴി നൽകപ്പെട്ടിരിക്കുന്ന അധികാരം പൗരോഹിത്യത്തിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടവരാണ്. ആ സഭാശ്രേഷ്ഠതയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ എവിടെ നിന്ന് വന്നുവെന്ന് എവിടേക്ക് പോകുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. നമ്മൾ പലപ്പോഴും മറന്നുപോയി, ദൈവമേ, നിൻ്റെ ദാനമാണ് ഈ ജീവിതം. നിൻ്റെ കൈവെപ്പ് വഴി നിൻ്റെ തിരുരക്തത്താൽ നേടിയെടുത്തിരിക്കുന്ന ഒരു ശരീരമാണിത്. ഒരു വിശുദ്ധ മാമോദീസ തൊട്ടിയിൽ ഒരു ഒറ്റ ജലത്താലും തൈലത്താലും ആശീർവദിക്കപ്പെട്ട ജീവിതമല്ല. അതിനേക്കാൾ അപ്പുറത്ത് യേശുവിൻ്റെ ശരീരമാകുന്ന രക്തം കൊണ്ട് മുദ്രിതമാക്കപ്പെട്ട ശരീരമാണ് നമ്മുടെ ശരീരം. അങ്ങനെ മുദ്രിതമാക്കപ്പെട്ടിരിക്കുന്ന ശരീരമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, മറന്നു പോകാതിരിക്കാൻ, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് യേശുവിൻ്റെ കാൽവരി യാത്രയിലേക്കുള്ള യാത്രയിൽ നമ്മൾക്ക് മറക്കാതിരിക്കേണ്ട വലിയ യാഥാർത്ഥ്യമാണ്, ദൈവമേ, ഞാൻ എവിടെ നിന്ന് വന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകട്ടെ. ഒരു ഭൂമിയിലേക്ക് ഒരു കുഞ്ഞായി പിറന്നു വേണം എന്നതിനേക്കാൾ അപ്പുറത്ത് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആളാണ്, ക്രിസ്തു മകനാണ്, അപ്പൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് ജീവിക്കേണ്ടവനാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. അവിടെയാണ് നമ്മുടെ ഐശ്വര്യം എല്ലാവരും കാണും, വളർച്ച കാണുക. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട മകനാണല്ലോ. രണ്ടാമതായിട്ട് പറയുക, എവിടേക്ക് പോകുന്നുവെന്നും അവന് വ്യക്തമായ അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാൽവരിയിലെ കുരിശിൻ്റെ യാത്രയ്ക്ക് മുമ്പ് തന്നെ ശിഷ്യന്മാരോട് ഈശോ പറയുന്നുണ്ട്, മക്കളെ, ഞാൻ പീഡാനുഭവങ്ങൾ ഏറ്റെടുക്കേണ്ട മകൻ ഈശോയാണ്, നിങ്ങളുടെ ഗുരുവാണ്. നിങ്ങൾ കാണുന്നത് പോലെ ഈ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാത്രം നടക്കേണ്ടതോ മരിച്ചവനെ ഉയർപ്പിക്കേണ്ടതോ ഒന്നുമല്ല. ഞാൻ തന്നെ മരിക്കാൻ വേണ്ടി പോവുക, ഞാൻ തന്നെ വധിക്കപ്പെടാൻ വേണ്ടി പോവുക, ഞാൻ തന്നെ നാണം കെടാൻ വേണ്ടി പോവുക. അത് ഇതിനു വേണ്ടിയിട്ടാണ്, അതിനപ്പുറത്ത് പിതാവിൻ്റെ പദ്ധതിയോട് ചേരാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഈശോയ്ക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്താ പ്ലാന്? അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുക. അതുകൊണ്ടാണല്ലോ അവൻ പ്രാർത്ഥിച്ചത്, ചങ്കുപൊട്ട് മാറി, എങ്കിൽ എൻ്റെ ഇഷ്ടമല്ലപ്പ, നിൻ്റെ ഇഷ്ടം. കാരണം അവൻ എവിടേക്ക് പോകുന്നെന്ന് അവന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. നമുക്ക് ഈ അറിവുണ്ട്, പക്ഷേ നമ്മൾ ആ അറിവിൽ ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, മരിച്ചതിന് ശേഷം എനിക്കൊരു ആത്മാവുണ്ട്, ദൈവമേ, സ്വർഗം പ്രാപിക്കേണ്ട ഒരു ആത്മാവാണ്. അപ്പോൾ ആ ആത്മാവിനെക്കുറിച്ച് ബോധ്യമുണ്ട്, നമുക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള അറിവുണ്ട്. പക്ഷേ ഈ അറിവിലും ബോധ്യത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റും, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ പാദയാത്ര പിന്നിട്ടു, മുമ്പോട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പടി കൂടി എൻ്റെ വളർച്ചയെക്കുറിച്ചൊരു ചിന്ത, പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം. ദൈവമേ, ഞാൻ എവിടെ നിന്നാണ് വന്നേ? എൻ്റെ കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സ്നേഹം ഒരുപക്ഷെ ഒത്തിരി സഹനങ്ങളിലൂടെ ആയിരിക്കാം, പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം, അപ്പനും അമ്മയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചതായിരിക്കാം, ഉണ്ടെങ്കിൽ നമ്മളെ മൈൻഡാക്കാതെ ജീവിക്കുന്നവരായിരിക്കാം, തകർച്ച ഉണ്ടായിരിക്കാം. അതല്ല കാരണം, വിഷയം അതല്ല, മറിച്ച് തമ്പുരാൻ നമുക്ക് ജീവൻ നൽകി എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറത്തൊന്നുമില്ല പ്രിയപ്പെട്ട.
നമുക്ക് മരിക്കണം എന്നൊക്കെ തോന്നാറ് സങ്കടങ്ങൾ വരുമ്പോഴല്ലേ. പക്ഷേ ഈ സന്തോഷത്തിൻ്റെ സമയത്ത് നമ്മളതൊന്നും ചിന്തിച്ചില്ലല്ലോ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചോ മരിച്ചാൽ മതിയായിരുന്നു? ഇല്ലല്ലോ. നമ്മൾ വളർന്ന ക്ലാസ്സുകളിലും സ്കൂളിലൊക്കെ പോയി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ചിന്തിച്ചില്ലല്ലോ. ഒരു പ്രതിസന്ധി വരുമ്പോഴല്ലേ. അങ്ങനെയെങ്കിൽ ആ പ്രതിസന്ധിയും തമ്പുരാൻ അറിയാതെ വരുന്നില്ലല്ലോ. ജെറമ്യാ പ്രവാചകൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നില്ല, കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ചിലപ്പോൾ പ്രതിസന്ധിയിലൂടെ, സങ്കടങ്ങളിലൂടെ ആയിരിക്കും, വേദനകളിലൂടെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമ്മൾ വിചാരിക്കും ദൈവം എന്താ ഇങ്ങനെയൊക്കെ. ആ സമയമാണ്, സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നടന്ന വഴികളിലേക്കൊന്ന് ചിന്തിക്കുക. ദൈവമേ, ഈ ജീവൻ നീ തന്നതാണ്. എത്രയോ പേരെ കണ്ടുമുട്ടാൻ പറ്റി, എത്രയോ അനുഗ്രഹങ്ങളുണ്ടായി, എത്രയോ സങ്കടങ്ങൾ, വേദനകളുണ്ടായി, പരാജയമുണ്ടായി, വിജയങ്ങളുണ്ടായി. അതെല്ലാം നിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇനിയും എൻ്റെ സമയം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ എവിടെ നിന്ന് വന്നു? ദൈവത്തിൻ്റെ ദാനമാണ്. വിശുദ്ധ മാമോദീസ തൊട്ടിയിലൂടെ ഞാൻ മുങ്ങിപ്പൊങ്ങിയതാണ്. അധികാരത്തിൻ്റെ കൈവെപ്പ് വഴി അനുഗ്രഹിക്കപ്പെട്ട ശരീരമാണ്. ആ ബോധ്യങ്ങളിലൂടെ ജീവിക്കാൻ കർത്താവെ കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും ഞാൻ എവിടേക്ക് പോകുന്നുവെന്ന് എപ്പോഴും ഓർമ്മയുണ്ടാകട്ടെ. നാളെ മരിച്ചു പോകുന്ന ജീവിതമാണ്. നാളെ എന്തെന്ന് നമുക്കറിയത്തില്ല. എന്തെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമുള്ളൂ എന്ന് നമ്മൾ ധ്യാനിച്ചതാണ്. അത് മരണമെന്ന ഉത്തരമാണ്. നാളെ എന്ത്? അതിനൊറ്റ ഉത്തരവുള്ളൂ, മരണം. അങ്ങനെയെങ്കിൽ ആ മരണത്തെ ധ്യാനിച്ച് അതിനപ്പുറത്തുള്ള സ്വർഗത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസിലെ പറയുന്നുണ്ട്, എന്താണ്? ഞാൻ ഇന്നലെ വരെ എന്തെന്നുള്ളതല്ല, നാളെ എൻ്റെ മുമ്പിലുള്ള ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. സ്വർഗമാകുന്ന ഈ അനുഗ്രഹത്തിൻ്റെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നലെ വരെയൊക്കെ കഴിഞ്ഞ വിട്ടുകളയാം. ചിലപ്പോൾ 25 ദിവസം നമുക്ക് നോമ്പെടുക്കാൻ പറ്റിയെന്ന് വരില്ല. പല പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നുപോയി. സാരമില്ല. ഇനി നമുക്ക് കുറച്ചുകൂടി ഈശോയോട് ചേർന്ന് നിൽക്കാം. ദൈവമേ, ഈ കാൽവരി യാത്ര പൂർത്തിയാക്കുവാൻ, എൻ്റെ മുമ്പിലുള്ള സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം പൂർത്തിയാക്കുവാൻ എനിക്ക് കൃപയേകണമേ എന്ന പ്രാർത്ഥനയോടെ, അതിന് ഈശോയെ സഹായിച്ച് പരിശുദ്ധാത്മാവാണെന്ന് പറയാം. ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞപ്പോഴാണ് ഈശോയ്ക്ക് ഇതെല്ലാം ഏറ്റെടുക്കാനും ചെയ്യാനും കഴിഞ്ഞത്. നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഇത് പൂർത്തിയാക്കുവോളം ആത്മാവിൻ്റെ കൃപയാൽ ജീവിക്കുവാൻ, അഭിഷേകത്തിൻ്റെ കൈവെപ്പിലൂടെ നൽകപ്പെട്ട ആത്മാവിനെ തിരസ്കരിക്കാതെ ജീവിക്കുവാൻ കൃപയേകണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.